അവിടുന്ന് ആരെയും വിളിക്കാം. ഓക്കെ എന്നാലേ എല്ലാവരും ചിരിക്കുക. പേപ്പറില് ഇടുന്നത് ഓക്കെ എന്നാ ഒരു ഇന്നലെ കിട്ടിയതാണ്. എനിക്ക് ഇന്നലെ കിട്ടിയ അച്ഛനാണ് റേഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് ഈയിടെ മാറ്റിക്കൊണ്ടാണ് ജോർജ് സാറേ എടുത്തോളാം. എല്ലാവരും
എല്ലാവരുമാണ് ഈ ഇരിക്കുന്ന ലേഡീസിന്റെ ഹസ്ബൻഡ്. അവര് മാത്രമല്ല, എല്ലാവരും ചെല്ലാനാണ് പൊന്നു ചേച്ചി പറഞ്ഞത്. അവരുടെ ഫാമിലി മാത്രമല്ല, എല്ലാവരും, ഈ ഹോളിലുള്ള എല്ലാവരും. കസേര കുറച്ചുകൂടെ മുമ്പോട്ടൊന്ന് മാറ്റുകയാണെങ്കിൽ പുറകെ കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലം കിട്ടും. ഹൈറ്റ് ഉള്ളവർ പുറകിലും, അല്ലാതെ എല്ലാവരുടെ പെട്ടെന്ന് സമയം കളയാതെ പട്ടം എടുത്തിട്ട്. എല്ലാവരോടൊന്നും പ്രോട്ടീനില്ല, സമയം കളയാതെ പ്ലീസ്. എല്ലാവരോടൊന്നും പ്രോട്ടീനില്ല. എല്ലാവർക്കും വിശപ്പിന്റെ വിളിയായിരിക്കുകയാണ്. മിക്കവരും വിശപ്പിന്റെ അസുഖമുള്ള ആൾക്കാരാണ്. കാരണം എല്ലാവരും പ്രോട്ടൊന്നും ഇല്ല. പെട്ടെന്ന് കഴിക്കാം, ഭക്ഷണം കഴിക്കാം. റെഡിയാണോ? ഇദ്ദേഹത്തെ തൊട്ട് കാക്കനാടൻ വരെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇരിക്കുന്നവരെ നിൽക്കുന്നവരെ എല്ലാം ഉണ്ട്. എല്ലാവരും ഈ ലെൻസിലോട്ടൊന്ന് നോക്കുക. 1 2 3 ഇതിലോട്ടൊന്ന് നോക്കുക. അതായത് 1 2 3 ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. പാടുന്നു. അത് കഴിഞ്ഞ് വള്ളംകളിയാണ്. വള്ളംകളി ചെറുപ്പകാലം മറന്നുപോയ എത്ര പേരുണ്ട്? ചെറുപ്പകാലം, പഴയ ചെറുപ്പകാലം ഒരു സ്വല്പമേലും ഓർമ്മയുള്ള എത്ര പേരുണ്ടെന്ന് കൈബുക്ക്? എനിക്ക് തോന്നുന്ന ഒരു 80% ആൾക്കാർക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ആ ചെറുപ്പകാലത്തെ പറ്റിയുള്ള ഒരു ഗാനമാണ് അടുത്തത്. നിങ്ങളിൽ ഒരു സ്വല്പമേലും ഗ്രഹാതുരത്വം ഉണർത്താൻ സാധിച്ചെങ്കിൽ ഈ പാട്ട് വിജയിച്ചു എന്ന് ഞാൻ കരുതും. മധുരിക്കും ഓർമ്മകളിൽ മനമഞ്ചൽ
സാധിച്ചെങ്കിൽ, മനസ്സിലൂടെ പോകാൻ സാധിച്ചെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. താങ്ക് യു. ആരും ഉണ്ണാൻ തുടങ്ങരുത്. എല്ലാവരുടെയും കൈ താഴെ ഇരിക്കണം. അവനവന്റെ പരദേവതകളെ പാട്ടിക്കൊണ്ട് ഇരിക്കുക. നമ്മൾ പറയും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേർ ബ്രഹ്മാത്മാവ് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധി. ഞാൻ പറയുമ്പോഴേ എല്ലാവരും ഉണ്ണാനൊക്കത്തുള്ളൂ. ഇത് ഉണ്ണുന്ന സമയമല്ല. വള്ളംകളി ഉണ്ട് കേട്ടോ. അത് വള്ളംകളി ലീഡ് ചെയ്യുന്ന ഫാൻസിയാണ്. പിന്നെ എന്റെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, അറ്റോണി ദീവാസു. അത് ഇവിടെ വന്നിട്ട് വള്ളം കളിക്കാൻ വരുന്നൊന്നും വരില്ല. അറ്റോണിയൊക്കെ അങ്ങ് ഓഫീസില് ഇവിടെ നമ്മുടെ കൂടെ സഹകരിക്കുക കേട്ടോ. അതും കൂടെ അതെ, സമൂഹ വള്ളംകളി അതാണ് ഏറ്റവും വലുത്. ആരും ഒന്നും കഴിക്കരുത്. ഇന്നാളിൽ WMCയുടെ ഒരു ഓണത്തിന് പറഞ്ഞിരുന്നു, ഇല നോക്കാൻ ഒടുവിൽ ഇലയുടെ ക്ലീൻനെസ് നോക്കാനായിട്ട് എസ്കെച്ചറിയാൻ വരും. ക്യാഷ് അവാർഡുണ്ട് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഉണ്ണുന്ന ഇല കണ്ടിട്ടാണ് ഒരാളിന്റെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇല ക്ലീൻ ആയിരിക്കണം. ആൻഡ്രൂ കാണിക്കൂ. ഇലയിലെ ഓരോന്ന് കംപ്ലീറ്റ് വിളമ്പി കഴിഞ്ഞിട്ടേ കഴിക്കാവൂ. അതാണ് ഓണത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് പറയുന്നത്. അല്ല ഉപ്പേരി വെക്കുമ്പോൾ 2 ഉപ്പേരി എടുത്ത് തിന്നുക, ചക്കരവരട്ടി വെക്കുമ്പോൾ അതെടുത്ത് തിന്നുക, ഇങ്ങനെ ഇതല്ല. അതുകൊണ്ട് പറയേണ്ടി വന്നത്, ജോർജ് ചെറുപ്പത്തിലെ പഠിച്ചത് കൊണ്ട് പുള്ളിയെ വിളമ്പാൻ ഏൽപ്പിച്ചത്. ഇത് വിളമ്പി കഴിഞ്ഞല്ലേ തിന്നാനൊക്കെ ഉള്ളൂ. സമയമുണ്ട്. പിന്നെ വിളമ്പത്തിന്റെ ഒരു പടം ഞാൻ അവിടെ വെച്ചിരുന്നു. ഓക്കെ, ഒരു വിശപ്പിന്റെ അസുഖമുള്ള ആൾക്കാരാണ്. ചേച്ചി ഇതെനിക്ക് പറഞ്ഞെങ്കിൽ എനിക്ക് ഭയങ്കര കോൾഡ് വേദനയാണ്. അതുകൊണ്ടാണ് ആൻഡ്രൂസിനെ പിടിച്ചടുക്ക നിർത്തിയേക്കണേ. നമ്മളെല്ലാരും കൂടെ ചേർന്നാണ് പാടുന്നത് കേട്ടോ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുകണ്ണെ കുയിലാളെ താരപ്പെയ്തു. കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുകണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. വരവേൽക്കാനാളു വേണം, കോഴി തോരണങ്ങൾ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത ചിറകു വെച്ചൊരരയെന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. തോൽവി എന്തെന്നറിയാത്ത കാവാലം ചുണ്ടനിത ജയിച്ചു വന്നേ. തോൽവി എന്തെന്നറിയാത്ത കാവാലം ചുണ്ടനിത ജയിച്ചു വന്നേ. പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പൂണരുന്നു. തങ്കവയിൽ നെറ്റിയിന്മേൽ തൊട്ടുകുത്തുന്നു. തെങ്ങോലകൾ പൊന്നോളകൾ മാടി മാടി വിളിക്കുന്നു. തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു. ചമ്പക്കൂളം വള്ളിക്കൊരു വള്ളം കളി പേരുന്നാള്. അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. ചമ്പക്കൂളം വള്ളിക്കൊരു വള്ളം കളി പേരുന്ന അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. കരുമാടിക്കൊട്ടനിത് ഭനിത കവടി കാവിലമ്മയ്ക്കിന്നു രാത്രി ഗരുഡൻ. കുട്ടനാടൻ കുഞ്ഞയിലെ കൊച്ചുവൻ കുയിലാളെ കൊച്ചു വേണം, കുഴൽ വേണം, കുരവ വേണം. ഒരു
ചെയ്തു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഫാൻസി എന്റെ കൂടെ അതിപ്രഗത്ഭയും സുന്ദരിയും എല്ലാമായിരിക്കുന്ന ഫാൻസി എന്റെ കൂടെ സെക്രട്ടറി ആയിരുന്നു കേട്ടോ. ചേച്ചി ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, അവരുടെ അതിലെ ചോറ് വീണ് കഴിഞ്ഞു, ഇനി അവരുടെ ക്ഷമ പരീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കഴിച്ചോട്ടെ. പൊന്നുചേച്ചി അനുവദിച്ചിരിക്കുന്നു, കഴിച്ചോളുക. നമ്മള് ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, ഒരു കാടിന് തീ പിടിക്കണമെങ്കിൽ, തീ കൊളുത്തണമെങ്കിൽ എന്തും വേണം, തീ വേണം. 1 ടൺ വേണോ, 2 ടൺ വേണോ, 3 ടൺ വേണോ, എത്ര വേണം? ഒരു കാടിന് തീ കൊളുത്തണമെങ്കിൽ ഒരു തീപ്പൊരി മതി അല്ലേ? ഇത്ര ആൾക്കാര് ഒരു ചെറിയൊരു തീപ്പൊരിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ആരെന്നറിയാമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. ഒരൊറ്റ തീപ്പൊരി അവിടെ ഇരുന്നുകൊണ്ട് ഒരു കത്തിച്ചു വിട്ടതാ, ഫോണിൽ കൂടാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത്രയും ആൾക്കാർ ഇവിടെ കൂട്ടിയിരിക്കുന്നു. അത് സ്നേഹത്തിന്റെ വലിയൊരു തുലാസിലെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി ഹെവി. ഇത്ര ആൾക്കാരെ ഇങ്ങനെ ഒന്നിച്ച് വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു ഓണസദ്യ ഒരുക്കണമെങ്കിൽ, ആണോ ഫാൻസി മോളെ? ആബ്സല്യൂട്ട്ലി. ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു സംഭവമാണ്, പൊന്നുചേച്ചി ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് ചെയ്തേ തിരിച്ചു വരും. മുന്നോട്ട് വയ്ക്കുന്ന കാല് പുറകോട്ട് ഒരിക്കലും എടുക്കാറില്ല. അത് വളരെ അധികമായിട്ട് ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ മനുഷ്യരെ നിർലോഭം പൊക്കിക്കോളും, അതിന് യാതൊരു കുറവുമില്ല, എസ്പെഷ്യലി എന്റെ കാര്യത്തില്. ഐ ആം സോ ഓണേർഡ് ടു ബി എ ഗ്രേറ്റ് ഫ്രണ്ട് ആൻഡ് എ സിസ്റ്റർ ടു ഹർ. And we tend to do many things which is in future, which is coming along. It's all in our bucket and we will put it out one by one, and we expect everybody's kind-heartedness and your presence and your എല്ലാവരുടെയും സഹകരണം എപ്പോഴും ഉണ്ടായിരിക്കണം. ജഗദീശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നല്ല ഒരു സുദിനത്തിൽ എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങളോടുകൂടി ഒത്തുചേരാൻ എന്നെ അനുവദിച്ചതിന് നന്ദി. ഞാനും സീനിയേഴ്സിന്റെ പടവിലോട്ട് കാലുകൾ വെച്ചോണ്ടിരിക്കുന്നു, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് പറയാൻ അച്ഛൻകുഞ്ഞിനോട് ഞാൻ പറഞ്ഞിരുന്നു. അച്ഛൻകുഞ്ഞ് വേണ്ട ആദ്യമേ ഉണ്ണാൻ ഇവിടെ വന്ന എല്ലാവർക്കും കേരള സീനിയേഴ്സ് ഓഫ് ഈസ്റ്റന്റെ പേരില് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത വർഷം ഇവിടുത്തെ ഫൊക്കാന, ഇതൊക്കെ മനുഷ്യൻ അവനവന് വേണ്ടിയിട്ട് പേരും പെരുമയ്ക്കും എല്ലാം ഉണ്ടാക്കിയതാണ്. ഫൊക്കാനായും ഫോമായും ഒക്കെ മനസ്സിലായിരിക്കും. അതുകൊണ്ട് അടുത്ത വർഷം ഇവിടെ ഒരു ഫൊക്കാനയുടെ പേരിൽ ഒരു ഹ്യൂസ്റ്റൺ കൺവെൻഷൻ പോലെ നടത്തും. അത് ഈ മൈക്കും സ്റ്റേജും ഫാൻസിലായിരിക്കും, ബാക്കിയൊക്കെ എന്റെ കയ്യിലാണ്. അപ്പൊ ഞാൻ കാല് മാറിയ മൈക്കും കൊണ്ട് ഫാൻസി ഇനി വന്നതിന് എല്ലാവർക്കും നന്ദി. നമ്മുടെ മറിയക്കുട്ടിയുടെ ചട്ടിയുമായിട്ട് പാവച്ചം വരുന്നുണ്ട്, മനസ്സിലായി. ചട്ടി കഴുത്തെ തൂക്കുവോ അതോ കയ്യിൽ പിടിക്കുവോ? ചട്ടി കഴുത്തെ പിടിക്കുവോ, പാവച്ചം വരുമോ അടുത്തതായിട്ട് കേട്ടോ. അതാണ് അപ്പൊ പലരുടെയും സംശയം. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇല്ലാന്ന് കൊണ്ടുവന്നാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആണ്. എന്തെങ്കിലും ലോയറിന്റെ ആവശ്യമുണ്ടെങ്കിൽ വൈരമൻ സാർ കഴിഞ്ഞ് പിന്നെ ജീവ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും മലയാളി സമൂഹത്തെ ജീവ കയ്യിലെടുത്തു. കഴിഞ്ഞാണല്ലോ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. വന്നുടനെ വിളമ്പാക്കി കയറി. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, ആ വിളമ്പിയ കുട്ടി ആരാണ്? അന്നേരം പിന്നെ അറ്റോണിയും ജീവാസ്വദനാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അടുത്ത അനേക ഓണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവരും പായസവും പഴവും ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ there is a lab. It is called Align Diagnostic. Okay, 9000 Southwest Freeway. അതാണ് ഞങ്ങളുടെ ലാബിന്റെ ലൊക്കേഷൻ. It's called Align Diagnostic. എല്ലാവരും welcome to come there and check all your cholesterols, sugars, everything. Okay, anytime you are welcome. You don't have to stay in the line. We'll take care of you. So നിങ്ങളുടെ സ്വന്തം ലാബാണ് Align Diagnostic. ഓണത്തിന്റെ സ്പോൺസേഴ്സ് അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തോണം കേട്ടോ. ഈ അടുത്ത ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ
താങ്ക് യു ഫോർ ലിസണിങ്. അതിന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആയതുകൊണ്ട് കൈയടിക്കാനൊക്കെ അറിയാം. പക്ഷേ എങ്കിലും താങ്ക് യു. പൊന്നിച്ചേച്ചിക്ക് ലക്ഷ്മി ദേവിക്ക് ഡെഡിക്കേറ്റഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗാനം പൊന്നിച്ചേച്ചിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. താങ്ക് യു. അടുത്തായിട്ട് നാരായണൻ നായർ ഒരു പാട്ട് പാടുന്നുണ്ട്, എല്ലാവരും കേൾക്കുക. അമ്മയെ കുറിച്ചുള്ള പാട്ടാണ്. അമ്മ കഴിഞ്ഞിട്ട് പായസം വിളമ്പുക. രണ്ട് പായസം പിന്നീട് ചേട്ടാ 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 കണ്ണീരിതന്തേ കൊച്ചു നീല മഴവില്ലു പോലെ ഉമ്മ വച്ചമ്മ നിന്റെ കണ്ണീരി പൂക്കളടപ്പൂ. ഉമ്മ വച്ചമ്മ നിന്റെ കണ്ണീരി പൂക്കളടപ്പൂ. പാലോളി പുഞ്ചിരിയാലേ എൻ്റെ മാല കെട്ടിടുമോ തങ്കം. പാലോളി പുഞ്ചിരിയാലേ എൻ്റെ മാല കെട്ടിടുമോ തങ്കം. അമ്മതൻ തങ്കക്കൂടമേ കൊച്ചു കൺമണി കണ്ണീരിതന്തേ നീയുറങ്ങിടുകന്മാരിൽ കൊച്ചു നീലമഴവില്ലു പോലെ നീയുറങ്ങിടുകന്മാരിൽ കൊച്ചു നീലമഴവില്ലു പോലെ കൊച്ചു നീലമഴവില്ലു പോലെ.
ഇലയുടെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ? ഇല കാണുമ്പോ സ്വഭാവം നിശ്ചയിക്കാം കേട്ടോ. എന്താണ് എന്റെ വയസ്സായിട്ട് ഒരു സ്ത്രീ, ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീയെ, ചെറുപ്പക്കാരി സുന്ദരി, അത്ര ഒരു മനുഷ്യന് മധ്യ വയസ്സ്. ചോറുണ്ട് കഴിഞ്ഞപ്പോ സ്ത്രീയുടെ എന്റെ ഇല രണ്ട് മൂന്നാലുണ്ട്. അത്ര ഇരിക്കുന്ന പുരുഷന്റെ ഇലയോട് ഞാൻ നോക്കിയപ്പോഴേ ആ ഇല ഉണ്ണാനിട്ട ഇല പോലെ ക്ലീനാണ്. ചോദിച്ചു പേരുണ്ടോ? ഒരു പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഹസ്ബൻഡ് എന്നാ ജോലിയാ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു ഇന്ത്യൻ ആർമിയിലെ റിട്ടയർഡ് കേണലാണ്. മനസ്സിലായി? അപ്പൊ ആ ഡിസിപ്ലിനും ആ ഡിഗ്നിറ്റിയും അതെല്ലാം ഇലയെ കാണാൻ സാധിച്ചു. പേര് ഞാൻ പറയത്തില്ല. ഇതൊക്കെയാണ് ഒരു കേണൽത്തി കാണും. ഭക്ഷണം കഴിച്ചവര് ആ ഇല അവിടെ തന്നെ വെച്ചേക്കുക. ഇല എടുക്കാൻ നോക്കരുത്, ഇവിടെ എല്ലാം സ്പില്ലാവും. അത് ആ ടേബിൾ ക്ലോത്തോടെ എടുത്താൽ കളയത്തേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഫോണൊന്നും അതിൽ വെച്ച് ടേബിളിൽ വെച്ചേക്കരുത്. ഫോണോ ബാഗെല്ലാം എടുത്ത് മാറ്റുക. വെള്ളം എടുക്കുക. വെള്ളം എല്ലാം എടുക്കുക. അതുപോലെ തന്നെ ഇല അവിടെ വെച്ചാൽ മതി. ഇല എടുക്കാൻ ശ്രമിക്കരുത്, നിങ്ങളുടെ ദേഹത്ത് വീഴും. ഇവിടെ എല്ലാം സ്പില്ലാവും. ഈ അപർണ ചേച്ചി പറഞ്ഞ് പഴം എടുത്ത് പോക്കറ്റ് ഇടുക, വെള്ളം എടുത്ത് മറ്റേ പോക്കറ്റ് ഇടുക. പായസം ഭക്ഷണം കഴിഞ്ഞവർക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്ത ഇരിക്കാനുള്ളവർക്ക് ഇരിക്കാം. ജൂണി ടേബിൾ ക്ലോത്ത് വന്നിട്ടാണ്. ഒരു ബക്കറ്റ് സേമിയ എത്ര വേണം? ഒരു സ്പൂൺ മതി. മറ്റേ പായസം കൂടെ തരുമോ? പിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ചവല പായസം കൂടെ. അതാടാ ചവല പായസം അത് അടപ്രദം. ഇത് ശരിയാ. അടപ്പുറം കൊണ്ടുവരുമോ? കൊണ്ടുവരും. അവിടെ ഈ പായസം വേണം. എവിടാ വേണ്ടി? അവിടെ ഒരു വലിയ കുത്താ ചോറുണ്ട്. നമുക്ക് വലുത്. അടുത്ത പ്രാവശ്യം നീ വരുമ്പോഴേ എനിക്കറിയാം നിനക്ക് വലിയ സ്പൂൺ വേണ്ടിയത്. ഇത്ര ഒരു പഴം ചെയ്യും, ഒരു പപ്പടവും ഒരു പഴവും. ഈ ഊണ് ഇവിടെ തയ്യാറാക്കിയത് അഭിനവസാറിന്റെ ആൾക്കാരാണ്. സുരേഷ് എപ്പോ പറഞ്ഞാലും ഒരിക്കലും നോ പറയാത്ത സുരേഷാണ് കേട്ടോ. സുരേഷിന് ഈ ഫെസിലിറ്റി നമുക്ക് തന്നതിനും അതെ, ഇത് പ്രവർത്തിച്ച ഓരോരുത്തർക്കും, വിളമ്പിയവർക്കും, ഉണ്ടവർക്കും ഉണ്ണാത്തവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സുരേഷിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ അനേകം പ്രോഗ്രാം അടുത്ത ഇലക്ഷൻ വരുന്ന കാര്യം പറയണോ? ജോർജ് കാക്കനാട് ഞങ്ങൾ വളരെ വർഷം എല്ലാവരും വോട്ട് ചെയ്യുക. നമ്മുടെ ആൾക്കാരെയൊക്കെ വിജയിപ്പിച്ച് മുൻപോട്ട് വിടുക. നിനക്ക് ഒന്ന് വന്ന വേണ്ടി രണ്ടോ? ഒരു പഴം വന്ന വേണ്ടി രണ്ട് പഴം. അടുത്ത ഇനി ഇരിക്കാനുള്ളവര് ഈ രണ്ട് ടേബിളിൽ, ഈ എൽ ഷേപ്പിലുള്ള ഈ രണ്ട് ടേബിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. വിളമ്പാൻ എളുപ്പമുണ്ട് ഇവിടെ അടുത്തായുള്ളത്. എനിക്കൊന്ന് ഈ രണ്ട് ടേബിള്, 3 ടേബിളിൽ ഇരിക്കാനുള്ളത് ഈ ഒരു കൊച്ചു ടേബിളും മറ്റേ 2 വലിയ ടേബിളും പ്ലീസ്.
അത് ഞാൻ ഈയിടെ വന്നതായിട്ട് ഇങ്ങനെയൊക്കെ പറയും. ഇവരൊന്നും പറയത്തില്ല. കഴിഞ്ഞ ഇവിടെ ഉള്ളൂ. ജോർജേട്ടൻ പറഞ്ഞ പോലെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓണത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാവച്ചനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹമാണ് മിസ്റ്റർ വാവച്ചൻ. ആരെങ്കിലും ഈ ഓണത്തിന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വാവച്ചനെ കൊടുക്കുക. എന്റെ പേര് എസ് കെ ചെറിയ. വാവച്ചൻ നാട്ടുകാരനാണ്, ജോർജേട്ടൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. കൊളാടെയാണ് ജനിച്ചത്. ഞങ്ങളെല്ലാം കോതമംഗലംകാരാണ്. I don't think there is any too many people. My personal wishes to you. ഓണമുണ്ടേ?